പഠിച്ചതിൽ ഇന്നാണെങ്കിലും എല്ലാവരും പറയും എങ്ങനെ നിങ്ങൾ ചെറുത് ആഗ്രഹിക്കണം, പിന്നെ എല്ലാവരും ചെറുത് ആഗ്രഹിക്കണം. എനിക്കെന്താ വേണ്ടേ? നീ ഒന്ന് പോയി തരും എന്നോട് എടുത്തിട്ട് വന്നിട്ട് സംസാരിക്കാം. അസർ, ഫുൾ നെയിം അസർ കുടുക്കൻ. കുടുക്കൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലി നെയിമാണ്. ബൈക്ക് എനിക്കൊരു വലിയ ക്രേസാണ്. വലിയ ക്രേസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ചെറുപ്പം മുതലേ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഫാമിലി ഒരു തരത്തിലും എന്നെ ഇതുവരെ ഒരിക്കലും, ഓരോ ഫാമിലിക്കും ഓരോ കാരണങ്ങളുണ്ടാവും. കാരണം ഫാമിലിയിൽ ഒരു ആക്സിഡൻസ് കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും വാങ്ങിത്തരാൻ ഇപ്പോൾ ഒരു വണ്ടി വാങ്ങിത്തരിക എന്ന് പറഞ്ഞാൽ ഇപ്പൊക്കെ എൻ്റെ അടുത്ത് ഒരിക്കലും ഒരു ബൈക്കിനെ ഇതുവരെ സജസ്റ്റ് ചെയ്തിട്ടില്ല. എൻ്റെ പേരിലേക്ക് എനിക്കൊരു ബൈക്ക് കിട്ടുന്നത് ഞാൻ MBA പഠിക്കുമ്പോഴാണ്. അതിനു മുമ്പ് എനിക്ക് കാറ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് കാറ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു ബൈക്കിന് വേണ്ടിയിട്ട് ഞാൻ അന്നും കുറേ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു ഒരു ബൈക്ക് വാങ്ങിത്തരിക എന്ന് പറഞ്ഞാൽ ഫാമിലിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ എൻ്റെ വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് ബൈക്കിന് മുമ്പ് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ശരിക്കും കാറിലായിരുന്നു. എല്ലാ കാറുകളുടെ പേരുകളും, അതുപോലെ സൂപ്പർ കാർസിൻ്റെ പേരുകൾ, അതേപോലെ അതിൻ്റെ CC ഇതൊക്കെ കാണാതെ പഠിക്കും. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഗെയിംസ് കാര്യങ്ങളൊക്കെ, ഈ ഗെയിംസിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാസ് കാണാം, അത് പല കോലത്തിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, അത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ കാറിനെ കുറിച്ച് പഠിക്കുക, അതിൻ്റെ പവർ, അതിൻ്റെ മോഡിഫിക്കേഷന്, ഇതൊക്കെയാണ് ആദ്യം എനിക്ക് വന്നിരുന്നത്. എനിക്ക് ഫസ്റ്റായിട്ട് എനിക്കൊരു കാറ് വാങ്ങി തരുന്നത് ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആകുമ്പോൾ എനിക്കൊരു ഓൾട്ടോ ആണ് വാങ്ങി തന്നത്. അപ്പോൾ ഓൾട്ടോ എന്താ വാങ്ങി തന്നതെന്ന് വെച്ചാൽ വലിയ പവർ ഉണ്ടാകത്തില്ല. അതൊരു 2007 അപ്പോൾ 2007 എനിക്കൊരു കാറ് വാങ്ങിത്തരുമ്പോൾ ഉപ്പാക്ക്, ഞാനാണെങ്കിലോ പഠിക്കുന്നത് കോയമ്പത്തൂരാണ്, GRD കോളേജിലാണ്. അപ്പോൾ അവിടെ എല്ലാവർക്കും വണ്ടികളും വലിയ വലിയ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളങ്ങനെ നോക്കി നിൽക്കുക എന്നല്ലാതെ അതിനോണ്ടുള്ള ആഗ്രഹം പലയിടത്ത് പറയും. എങ്ങനെയായാലും എനിക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ വണ്ടി വാങ്ങി തന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും ഞങ്ങളും നാട്ടിൽ നിന്ന്, നാട് കൊണ്ടോട്ടിയാണ്, കൊണ്ടോട്ടിയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് രാവിലെ ഇറങ്ങും. കാറ് ഒരു വിധം ഒരാൾക്കും വിട്ടുകൊടുക്കൂലല്ലോ, ഫസ്റ്റ് കിട്ടിയൊരു സമയമാണ്. പിന്നെ അതിൽ അന്നത്തെ ട്രെൻഡ് എന്നൊക്കെ പറഞ്ഞാൽ ഓൾട്ടോ കിട്ടിയാൽ അതിലേക്കൊരു സ്പീക്കറെ കൊണ്ടുവരാനുള്ളൂ, മോഡിഫിക്കേഷൻ ചെയ്യാൻ. അല്ലാത്ത അതിലൊന്നും ചെയ്യാനില്ല. അതിൽ വേറെ ഒന്നും, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, പിന്നെ അതിലൊന്നും ചെയ്യാനില്ല. അങ്ങനെ എൻ്റെ ഡിഗ്രി തന്നെ ഞാൻ ആ കാറ് മാറ്റിയിട്ട് 3 കാറോളം മാറ്റിയിട്ടുണ്ട്. ഒരു സെക്കൻഡ് ഇയർ ആയപ്പോൾ ഫോർഡ് ഐക്കണിൻ്റെ ഒരു വണ്ടി എടുത്തു. അത് കഴിഞ്ഞ് അവിടെ തന്നെ എനിക്കൊരു ലാൻസർ എടുത്തു തന്നു. അപ്പോൾ വണ്ടി ഒന്നും കൂടി അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവന്നതാണ്. പിന്നെ അതേപോലെ തന്നെ കോയമ്പത്തൂര് ഞങ്ങളൊരു ടീം ഉണ്ടായിരുന്നു. ഫ്രണ്ട്സും അതിന് പറ്റിയ സെറ്റായ ടീമായിരുന്നു. എല്ലാവർക്കും കാസ് അങ്ങനെയുള്ളൊരു സെറ്റായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രി കഴിഞ്ഞ് അടുത്ത എൻ്റെ ഇത് പോകുന്നത് പിന്നെ ബാംഗ്ലൂര് MBAക്കാണ്. MBAക്ക് പോയപ്പോൾ അവിടെ ദയാനന്ദസാഗർ കോളേജാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് അവിടെ കാറും കൊണ്ട് നടക്കുന്നതിലൊക്കെ കുറച്ചൊരു ഇതായിട്ട് തോന്നിയിട്ട് ഞാൻ ഉപ്പാൻ്റെ അടുത്ത് നിന്ന് പല പെർമിഷനും എടുത്തിട്ട് എൻ്റെ ഫസ്റ്റ് വണ്ടി എനിക്കൊരു ബൈക്ക് വാങ്ങി തരുന്നത് എൻ്റെ MBA ചെയ്യുന്ന സമയത്താണ്. അങ്ങനെ ജോയിൻ ചെയ്ത് ഒരു ഫസ്റ്റിലെ വിത്തിൻ 1 വീക്കിൽ തന്നെ എൻ്റെ ഫസ്റ്റ് വണ്ടി ഞാൻ എൻ്റെ പേരിൽ ആദ്യമായിട്ട് ഞാനൊരു ബൈക്ക് വാങ്ങുന്ന.
ബൈക്ക് വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ആദ്യം തന്നെ വാങ്ങുന്നതിന് മുമ്പ് ഒരുപാട് അഗ്രിമെന്റ്സ് ഉണ്ട്. പാരൻസുമായിട്ട് ഒരു നിലക്കും പിന്നെ വണ്ടി എടുത്തിട്ട് നാട്ടിലേക്ക് വരാൻ പാടില്ല. വണ്ടി കൊണ്ടുപോകുന്നത് ട്രെയിനിൽ കയറ്റി വിടണം, കൊണ്ടുവരുവാണെങ്കിലും ട്രെയിനിൽ കയറ്റി വിടണം. അതേപോലെ രാത്രി ഒരുപാട് ലേറ്റായിട്ട് റോഡിലേക്ക് വണ്ടി ഇറക്കരുത്. ഇതൊക്കെ ആദ്യം കേൾക്കും, കിട്ടുന്നത് വരെ എന്താ പറയുക, ഒരു പാലം കടന്നു കഴിയുന്നത് വരെയുള്ള കാര്യമാണ്. പാലം കടന്നു കഴിഞ്ഞാൽ എന്തായാലും പൂരായണ എന്നുള്ള വർത്തമാനം തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കൊരു വണ്ടി കിട്ടി, ZMR കരീഷ്മ. വണ്ടി കിട്ടിയത് എന്തായാലും എനിക്കൊരു ZMR കരീഷ്മയാണ്. ആ സമയത്താണ് അതിൻ്റെ പുതിയ വണ്ടി വരുന്നത്. ZMRൽ അങ്ങനെ ഒരു ഫയറിംഗ് കിറ്റും അതേപോലെ ആ ഒരു വൈറ്റ് കളറും പിന്നെ 220cc വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു 225cc, അപ്പോൾ ആ ഒരു അപ്പം കിട്ടാവുന്നതിൽ വലിയൊരു സ്പോർട്സ് ബൈക്കുകളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും എന്തായാലും കിട്ടത്തില്ല. നമ്മളെങ്ങനെ ചോദിച്ചാലും പാരൻസിൻ്റെ അടുത്ത് നിന്ന് അങ്ങോട്ട് അപ്രൂവലായി കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാട്. പിന്നെ അതിൽ തന്നെയാണ് ആദ്യമൊക്കെ ഒരു 5-6 മാസം വണ്ടി അവിടെ വെക്കും. വലിയ ഇഷ്ടം ഉണ്ടായിട്ടൊന്നല്ല, അതങ്ങനെ ആരും കൊണ്ടുപോയാലോ എന്നൊക്കെയുള്ള ഭയങ്കര പേടിയിലൊക്കെയാണ് നാട്ടിലേക്ക് തിരിച്ചു വരിക. പിന്നെ റൂമിൽ കുഴപ്പമില്ല, സെക്യൂർഡാണ്. പക്ഷെ എന്നാലും ഒരു ബാക്കിയുള്ളവർക്കൊക്കെ വണ്ടി കൊടുക്കാനും ഒക്കെ ഉള്ള ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. എങ്ങനെയായാലും പിന്നെ ധ്യാൻ സാഗറിലെ ഒരു വർഷം, ഫസ്റ്റത്തെ ഒരു വർഷം കൊണ്ട് എനിക്ക് ഞാൻ ഒരുപാട്, അതായത് ഫുള്ള് ബൈക്കിൽ തന്നെ ആയിരുന്നു എല്ലായിടത്തേക്ക് പോകുന്നതും വരുന്നതും. ബൈക്ക് വിട്ടിട്ടുള്ള ഒരു പരിപാടിയില്ല. നാട്ടിലേക്ക് പോകുന്നതും അതേപോലെ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വരുന്നതും ബൈക്ക് തന്നെയാണ്. ചിലപ്പോൾ ഒക്കെ ബൈക്ക് വീട്ടിലേക്ക് കൊണ്ടുവരില്ല, വന്നത് ബസ്സിലാണെന്നൊക്കെ പറയും. പക്ഷെ വണ്ടി എടുത്തിട്ട് നേരെ ഏതെങ്കിലും ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെക്കും. തിരിച്ചു പോകുമ്പോൾ അതേപോലെ രാത്രി 10 മണിക്കൊക്കെ കയറി ഇറങ്ങുക. എന്നാലും ആ വണ്ടി എടുത്തിട്ട് പിന്നെയും തിരിച്ചു പോകും, വീട്ടുകാർക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ബാംഗ്ലൂർ ലൈഫിൽ. പറഞ്ഞാൽ ഒരു എന്താ പറയുക, പൊട്ടിത്തെറിക്കാൻ പറ്റിയൊരു സമയമായിരുന്നു. അങ്ങനെ ആ ഒരു ബൈക്ക് 1 year കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ആ ബൈക്കിലേക്കുള്ളത് എൻ്റെ സമയം കഴിഞ്ഞു തുടങ്ങി. എൻ്റെ എന്താ പറയുക, എനിക്ക് നല്ലൊരു വണ്ടിയും കൂടെ അടുത്ത് അപ്ഗ്രേഡ് ചെയ്യാന്നുള്ള താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ കുറേ ഉപ്പാൻ്റെ അടുത്ത് വീണ്ടും വന്ന് ചോദിച്ചു. ഫാമിലിയിൽ ഉപ്പാൻ്റെ അടുത്തും ഉമ്മാൻ്റെ അടുത്തൊക്കെ ആയിട്ട് ഞാൻ പല നിലയ്ക്ക് ഞാൻ ചോദിച്ചു, എനിക്കൊരു സൂപ്പർ ബൈക്കിൻ്റെ ഇത് പറ്റുമോ, എടുത്തു തരുമോന്നൊക്കെ. പക്ഷെ സൂപ്പർ ബൈക്ക് എടുത്തു തരാൻ അന്നത്തെ സമയത്ത് ഒരു നിലക്കും സൂപ്പർ ബൈക്ക് എടുത്ത് തരില്ല. അതങ്ങനെ തന്നെയാണ്. കാരണം അതൊരു കാറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് നടന്നിട്ടുണ്ട്. അത് ബൈക്കിലേക്കൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 മാസം അതിൻ്റെ പുറകെ തന്നെയായിരുന്നു. അങ്ങനെയാണ് ബാംഗ്ലൂർ ജോയിൻ ചെയ്യുന്നതും ഇത് ഒരു ബൈക്ക് ഏൺ ചെയ്യുന്നതും. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഇത്, നാട്ടിലൊക്കെ എൻ്റെ ഫാമിലിയൊക്കെ പറഞ്ഞാൽ കുറച്ച് ഓർത്തഡോക്സ് ആണ്. കുറച്ച് എന്താ പറയുക, നമ്മൾ ഒക്കെ ബാംഗ്ലൂർക്ക് പോകുന്നത് ബൈക്കിലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവൻ ബൈക്കിലേക്ക് എടുത്തിട്ടാണോ ബാംഗ്ലൂരിലൊക്കെ പോകുന്നത്, എന്താ അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇത് പേടിയല്ലേ, അങ്ങനെയാണ് ഒരുപാട് വിമർശനങ്ങൾ അങ്ങനെ തന്നെ പറയാം എല്ലാവരുടെ അടുത്തുനിന്നും. പിന്നെ ആ ഒരു ഇത്, പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ 1 പ്രാവശ്യമോ 2 പ്രാവശ്യമൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളൂ, വണ്ടി എടുത്തിട്ട് വീട്ടിലേക്ക് പോയിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഞാൻ പോയിട്ട് വീട്ടിൽ പോകും, 2-3 ദിവസം നിൽക്കും. അതേപോലെ തിരിച്ച് ബാംഗ്ലൂർക്ക് കയറി പോകും. അത് ഇതേപോലെ തന്നെയാണ്. വണ്ടി ഒരു വിധം ബസ്സിൽ കയറുന്നതൊക്കെ വളരെ റെയറാണ് ബൈക്ക് എടുത്തതിന് ശേഷം. പക്ഷെ ബൈക്കിൻ്റെ ഫീൽ എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക, നമ്മളൊരു എന്താ ഒഴുകി നടക്കുന്ന ഒരു ഐറ്റം, നമുക്ക് നമ്മുടേതായ ഫ്രീഡം. എന്താ പറയാ, ഇതുപോലെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്തിലൂടെ എങ്ങനെ വേണമെങ്കിലും പറക്കുന്ന പോലെ. എന്താ, ഒരു ഹെൽമെറ്റിന്റെ ഉള്ളിൽ കൂടെ ഉള്ള വ്യൂ ഉള്ളൂ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അതിന്റെ ഉള്ളിൽ കൂടെ ഉള്ള വ്യൂ കാഴ്ച ഒരു ഭയങ്കര സംഭവം. അതേപോലെ ഒരു സൂപ്പർ ബൈക്ക് ആണെങ്കിൽ ഒന്നും പറയണ്ട, നമുക്ക് സ്പീഡ് എന്നുള്ളതിന്റെ ഉപരി സൂപ്പർ ബൈക്കിൽ യാത്ര ചെയ്യുന്നതിൻ്റെ ഒക്കെ സംഭവം വേറെ തന്നെ ഒരു ഫീലാണ്. ഇപ്പോൾ ഞാൻ 1000RR എടുത്തു. 1000RR എടുത്തതിൻ്റെ ഒക്കെ ബാക്കിൽ ഒരുപാട് വലിയ സ്റ്റോറീസാണ് ഉള്ളത്. ഇതെടുക്കുന്നതിന് മുമ്പ് എനിക്കൊരു ഡിയാവൽ ഉണ്ടായിരുന്നു. അത് വാങ്ങിയത് ഒരു 2 വർഷം മുമ്പാണ്. ഈ 2 വർഷം മുമ്പ് പറഞ്ഞാൽ 2019 ഡിസംബറിലാണ് എൻ്റെ ഫസ്റ്റ് ഡിയാവൽ വാങ്ങുന്നത്. എനിക്കൊരു നല്ലൊരു സൂപ്പർ ബൈക്ക് വാങ്ങണം എന്നതൊക്കെ ഉദ്ദേശമുണ്ട്, പക്ഷെ അതിനുള്ള സമയമായിട്ടില്ല. അങ്ങനെ ഏകദേശം 4 വർഷം
4 വർഷം കഴിയേണ്ടി വന്നു എനിക്കൊരു ബൈക്ക് സ്വന്തമായിട്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് എടുക്കണം എന്നുള്ള ഒരു ഇത് വരാൻ. ഫസ്റ്റ് ഞാൻ വാങ്ങിയത് പിന്നെ ഹാർലിയുടെ 48 ആണ്. പക്ഷെ ആ 48 എടുത്തപ്പോൾ ഞാനത് ജസ്റ്റ് ചെറിയൊരു പേയ്മെൻറ്റ് കൊടുത്ത് അവൻ എന്നോട് പറഞ്ഞു, സെക്കൻഡായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇതൊന്ന് 2 ദിവസം എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവന്നാൽ മതി. അങ്ങനെ ചെറിയൊരു എമൗണ്ട് കൊടുത്തു. അവന് എന്ത് ചെയ്തു, ആ വണ്ടി ഞാൻ കൊണ്ടുപോയി. പക്ഷെ ഞാൻ അത് നേരെ കൊണ്ടുപോയത് അന്ന് ഹാർലിയുടെ സർവീസ് സെൻറ്ററിലേക്കാണ്. സർവീസ് സെൻറ്ററിൽ പോയപ്പോൾ അവരെന്നെ പറഞ്ഞു അതിൻ്റെ എൻജിൻ്റെ ഇതിലൊക്കെ ഒരു ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ലായിരുന്നു ഒരാൾക്ക്. കാരണം ഞാനാണെങ്കിൽ ഇത് ആദ്യമായിട്ട് വാങ്ങുന്നതാണ്. അന്ന് വാങ്ങുന്ന സമയത്ത് ഇതൊരു ഹാർലി എന്ന് പറയുന്നത് എനിക്ക് വലിയൊരു ബ്രാൻഡാണ്. അതിൻ്റെ അപ്പുറത്തേക്കുള്ളതൊന്നും എനിക്ക് കാര്യമായിട്ടൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഒരു ചെറിയൊരു വണ്ടി എന്നാണ് ആദ്യം ഉള്ളിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ വണ്ടി കിട്ടിയപ്പോൾ എനിക്കതൊരു നല്ല സൈസ്, ചെറിയൊരു ടാങ്ക്, അതിൽ ഇരുന്നുള്ള ഇത്, അങ്ങനെയൊക്കെ ആണ് അപ്പോഴത്തെ എൻ്റെ കൺസെപ്റ്റ്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാനത് തിരിച്ച് അവനെ തന്നെ കൊടുത്തു. പിന്നെ എങ്ങനെ ആലോചിച്ചു, എനിക്ക് ഈ അടുത്ത വണ്ടി വേണമല്ലോ, എത്രയും പെട്ടെന്ന് ഒരു വണ്ടി കണ്ടുപിടിക്കണം. അങ്ങനെ വണ്ടി കണ്ടുപിടിക്കാൻ വേണ്ടി എൻ്റെ ഒരു കസിൻ ഉണ്ട്, റിംഷാൻ എന്ന് പറഞ്ഞിട്ട്. അവനിപ്പോൾ യൂസ് ചെയ്യുന്നത് കവാസാക്കി H2 ആണ്. അപ്പോൾ അന്ന് അവൻ്റെ കയ്യിൽ S1000RR ആയിരുന്നു. ഞാൻ വാങ്ങുന്ന സമയത്ത് അവൻ്റെ കയ്യിൽ S1000RR ആയിരുന്നു. അങ്ങനെ അവനോട് ഞാൻ പറഞ്ഞു എനിക്കൊരു വണ്ടി വേണം ആദ്യം. കാരണം എനിക്ക് നല്ല തടിയും സൈസും ഒരു ഒക്കെ കൂടി ആയതുകൊണ്ട് എനിക്ക് നല്ലത് എപ്പോഴും ഒരു ക്രൂസ് വെഹിക്കിളായിരിക്കും എന്ന് കരുതിയിട്ട് എനിക്ക് അവനൊരു വണ്ടി പറഞ്ഞു തന്നു. ഒരു ഡിയാവൽ എന്ന് പറഞ്ഞൊരു വണ്ടിയുണ്ട്. നമ്മുടെ നാട്ടിൽ അത് വളരെ റയറായിരുന്നു. 1, 2, 3 വണ്ടികൾ ഞാൻ കാണുന്നത് തന്നെ വളരെ റയറായിട്ടാണ്. അപ്പോൾ അവൻ പറഞ്ഞു അത് ഒരു ഡോക്ടറുടെ വണ്ടിയാണ്, പിന്നെ ആ വണ്ടി എടുത്തോ എന്ന് പറഞ്ഞു. അവൻ്റെ കൂടെ തന്നെ പോയി ആ വണ്ടി ഞങ്ങൾ നോക്കി. ആ വണ്ടി കണ്ടപ്പോൾ എനിക്ക് ഒന്നും പറയണ്ട, അതങ്ങ് ഇഷ്ടമായി. കാരണം അത്രയും സൈസ്, ബാക്കിൽ വീൽ അത്ര സൈസ്, പിന്നെ എൻ്റെ തടിക്ക് പറ്റിയതാണ് എന്നുള്ളത്. ഇതിലേറെ നല്ല വണ്ടി എനിക്ക് വേറെ ചൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഓക്കെ, എനിക്ക് അപ്പം തന്നെ അത് കിട്ടണം. ആ പോക്ക് ഞാൻ കാണാൻ പോയ ആളാണെങ്കിലും പക്ഷെ എനിക്കത് കിട്ടാതെ പോരാൻ വയ്യ. അങ്ങനെ അപ്പം തന്നെ ക്യാഷ് കൊടുത്ത് ആ വണ്ടി അപ്പം തന്നെ വാങ്ങി. അതിൽ കോംപ്രമൈസ് ഇല്ല. അതായത് ബൈക്ക് എന്ന് പറയുന്നത് എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു സമയമാണ്. അങ്ങനെ ഞാൻ ആ വണ്ടി എടുത്തു. അങ്ങനെ അത് ഓടിക്കുന്നതൊക്കെ ഒരു വലിയ ഒരു ബുദ്ധിമുട്ടുള്ളതായിരിക്കും. അപ്പോൾ ഞാൻ ഉപ്പാൻ്റെ അടുത്ത് ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടേ ഉള്ളായിരുന്നു അന്ന് ഞാനൊരു വണ്ടി എടുക്കുന്നുണ്ട്. എനിക്ക് ആദ്യമൊക്കെ ഉള്ളിൽ ഒരു പേടിയുണ്ട്, ഇത് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കുന്നു. അതൊന്നും വാങ്ങുമ്പോൾ ഇല്ല, പൈസ കൊടുക്കുമ്പോഴും ഇല്ല. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഉപ്പാക്ക് വണ്ടി ഭയങ്കര ഇഷ്ടമായി. കാരണം വണ്ടിയുടെ ബാക്കിലെ സൈസ് അത്രയും സ്പീഡിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതൊക്കെയാണ് ഉപ്പാൻ്റെ അടുത്തും എല്ലാവരുടെ ഫാമിലിയിലുള്ളതും. പക്ഷേ വണ്ടി നമ്മുടെ നാട്ടിലാണെങ്കിലും അത്ര എക്സ്പ്ലോർ, ഒരു ബുള്ളറ്റ് കൊണ്ടുപോകുന്ന ഫീല്, അത് അത്രയും കംഫർട്ടായിട്ടുള്ളൊരു വണ്ടി. 1200cc എൻജിനാണ്. പക്ഷെ അതിൻ്റെ ഒന്നും ഒരു എന്താ പറയുക, ഡുക്കാട്ടി ഡിയാവൽ എന്ന് പറയുന്നത് വേറെ തന്നെ റേഞ്ചായത്. എനിക്ക് അന്ന് ആ എടുക്കുമ്പോൾ ഞാൻ എന്താണോ ഉള്ളിലുള്ളത് അതിൻ്റെയൊക്കെ എത്രയോ അടിപൊളിയായിരുന്നു. കാരണം ഹാർലി ആയിട്ട് ഞാൻ ആദ്യം കമ്പയർ ചെയ്തു. ഹാർലിയുടെ കുറേ വെഹിക്കിളൊക്കെ ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് എൻ്റെ കൈ കിട്ടിയപ്പോൾ എനിക്ക് വേറെ തന്നെ, അതായത് നാട്ടിലൂടെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും നോക്കാത്ത ഒരാളുമില്ല. അങ്ങനെ വണ്ടി എടുത്തു. ഞങ്ങളെ കൂട്ടത്തിൽ വൈബ് എന്ന് പറഞ്ഞൊരുത്തുണ്ട്, സൗരഭിനെ ഞാൻ ഇതേപോലെ ഒരു പിന്നെ റൈഡിന് പോയി, ലെജൻഡറി റൈഡേഴ്സിൻ്റെ കൂടെ. അങ്ങനെ സൗരഭിനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു, കുറേ പേരെ പരിചയപ്പെട്ടു. പക്ഷേ സൗരഭ് എന്ന് പറഞ്ഞാൽ ഒരു ബൈക്ക് പ്രാന്തനാണ്, ഫുൾ പക്ക പ്രാന്തൻ. അപ്പോൾ ഇവനാണ് ഞാൻ ആദ്യം പരിചയപ്പെട്ടിട്ട് ഇവൻ എനിക്ക് ഭയങ്കര ക്ലോസ് ആയ പോലെ. അതായത് ഫസ്റ്റ് റൈഡ് പോയി വന്നതാണ് സൺഡേ മോർണിംഗിന്. അങ്ങനെ അവനെ വിളിച്ചു. എൻ്റെ വണ്ടിയുടെ അന്ന് എനിക്ക് എന്തോ ഒരു സർവീസിൻ്റെ എന്തോ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. കീ ഫോബിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, വണ്ടി സ്റ്റാർട്ടാക്കുന്ന ഇടത്തൊക്കെ ഉള്ളവർ എന്തൊക്കെയോ. അപ്പോൾ നേരെ കൊച്ചി കൊണ്ടുപോകണം. അപ്പോൾ കൊച്ചിയിൽ
പോകാൻ വേണ്ടിയിട്ട് ഇവനെയാണ് ഞാൻ വിളിച്ചത്. എന്നാൽ പോകാമെന്ന് പറഞ്ഞു. ഓക്കെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ കൊച്ചി പോകാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ എൻ്റെ കൂടെ വാണ്ടറിങ് മല്ലു എന്നൊക്കെ പറഞ്ഞ ഒരാളുണ്ട്. അങ്ങനെ അപ്പോൾ ഇതാരാ വാണ്ടറിങ് മല്ലു? സത്യം പറഞ്ഞാൽ എനിക്ക് വാണ്ടറിങ് മല്ലു എന്ന് ശരിക്കും റഫീഖ് എന്ന് പറയുന്ന ആളൊന്നും എനിക്ക് അറിയത്തേ ഇല്ല. ഇവൻ പറഞ്ഞു ഇവൻ വൻ സംഭവമാണ്, അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, പിന്നെ ഭയങ്കര ഫേമസ് ആണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എറണാകുളം ഫസ്റ്റ് റൈഡാണ്. കുറച്ച് ലോങ് ആയിട്ട് ഒരു 150 കിലോമീറ്റർ ഉണ്ട് എൻ്റെ നാട്ടിൽ നിന്ന്. അങ്ങനെ ടൈമെല്ലാം സെറ്റ് ചെയ്ത് അവൻ പറഞ്ഞു 6 മണിക്ക് കൊളപ്പുറം വന്ന് നിൽക്കണം, ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യാം. അവർ രണ്ടുപേരും കൊളപ്പുറം വന്ന് നിന്നു. പിന്നെ റഫീഖിനെ പരിചയപ്പെടുന്നത്. റഫീഖും ഞങ്ങളും എറണാകുളത്തേക്ക് വിട്ടു. പോകുന്ന വഴിക്ക് പറഞ്ഞാൽ ഇവരൊക്കെ നല്ല അടിച്ച് മിന്നി പോകുന്ന. എനിക്കാണെങ്കിലോ ഞാനിത് കൈ കിട്ടിയൊന്ന് ഹാൻഡ്ലിങ്ങൊക്കെ ഒന്ന് റെഡിയായി വരുന്നേ ഉള്ളൂ. എനിക്ക് ഒന്ന് അതൊന്ന് ഫീൽ ചെയ്യാനുള്ള സമയം ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് കിട്ടുന്നതാണ്. ഒരു നല്ല റോഡ് തൃശ്ശൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് നമുക്കൊരു നല്ല റോഡ് കിട്ടാൻ എറണാകുളം പോകുമ്പോൾ. അപ്പോൾ ആ റോഡിൽ കൂടെ പോകുമ്പോൾ വണ്ടിയുടെ പവർ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് എങ്ങനെയാണോ വണ്ടി പോകുന്നത് എന്ന് പറഞ്ഞു ഞാനങ്ങ് മാറിപ്പോയി. അതായത് ആ ഒരൊറ്റ യാത്ര എന്താ പറയുക, ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിൻ്റെ മുകളിലേക്ക് കയറിപ്പോയത്. അന്ന് മുതൽ രണ്ടാമത് വണ്ടികളിലേക്കുള്ള തിരിച്ചുവരവായി. പിന്നെ അതാണ് എൻ്റെ ഫസ്റ്റ് ഒരു വലിയൊരു റൈഡ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആ റൈഡിൽ എറണാകുളം മാത്രമല്ല പോയത്. അന്ന് തന്നെ ഞങ്ങൾ നേരെ കൊച്ചിയിൽ വന്നു. കൊച്ചിയിൽ നിന്ന് നേരെ ആലപ്പി പോയി. ആലപ്പിയിൽ നിന്ന് തിരിച്ച് കൊച്ചിയിൽ വന്നു. അന്ന് അവിടെ ഒരു സ്റ്റേ എടുത്തു. എന്നിട്ടൊക്കെയാണ് തിരിച്ചു വന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വണ്ടിക്ക് ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. വണ്ടിയുടെ ഒരു കീ ഫോബിൻ്റെ കംപ്ലൈൻറ്റ്, അതൊക്കെ ക്ലിയർ ചെയ്തു. അങ്ങനെ ഈ പോക്കിൽ എന്നിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഈ ബൈക്കുകളോടുള്ള പ്രേമം എന്നൊക്കെ പറയൂലേ, അതങ്ങ് കയറിപ്പോയി എൻ്റെ അടുത്തുനിന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരുപാട് സൺഡേ മോർണിംഗ് റൈഡുകളൊക്കെ ഒരുപാട് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ റഫീഖ്, അതേപോലെ എനിക്ക് 2-3 പേരെ ഞാൻ ഫസ്റ്റായിട്ട് പരിചയപ്പെടുന്നു. റഫീഖ് അതുപോലെ ആ ഒരു പോക്കിൽ തന്നെയാണ് നമ്മുടെ എറണാകുളത്ത് ഒരു ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു, ബിലാൽ സെട്ട് എന്ന് പറഞ്ഞിട്ട്. പുള്ളിയെ പരിചയപ്പെട്ടു. അപ്പോൾ ഇതിങ്ങനെ ഓരോ പ്രാവശ്യം ഞാൻ കൊച്ചിയിലേക്ക് വരുമ്പോഴും എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ലെവലും അതുപോലെ പരിചയവും ഒക്കെ കൂടി ഓരോ പ്രാവശ്യം വരുമ്പോഴും ഒരു 2, 3, 4, 5 ഇപ്പോൾ കൊച്ചിക്ക് വന്നാൽ ഒരുപാട് പേരാ. ആദ്യമൊന്നും കൊച്ചിക്ക് ഞാൻ പോവാറുണ്ട്, പക്ഷേ ഒക്കെ ബിസിനസ് മീറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും. അങ്ങനെയൊക്കെ പോയിട്ട് തിരിച്ചു വരാറ്. പക്ഷേ ഓരോ പ്രാവശ്യം കൊച്ചിക്ക് എത്തുമ്പോൾ പുതിയ ഫ്രണ്ട്സാണ്. അങ്ങനെ ഇവരുടെ ഒരു ഗ്രൂപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തിലൊന്നും ഗ്രൂപ്പ് ജസ്റ്റ് എല്ലാ ഗ്രൂപ്പ് പോലെ ഞാൻ SBIKനും കണ്ടു. SBIKയിൽ ഞാൻ ആദ്യമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഡിയാവൽ വന്നതിന് ശേഷമാണ്. അതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു ട്രിപ്പ് പോയി. അങ്ങനെ ഫസ്റ്റ് ഒരു ട്രിപ്പ് റൈഡ് എന്ന് പറഞ്ഞിട്ട്, അതായത് എറണാകുളം പോകാറുണ്ട്, സർവീസ് സെൻറ്ററിൽ പോവും, തിരിച്ചു വരും. ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തു. ഞങ്ങൾ നേരെ ഏർക്കാട്. അങ്ങനെ ഞങ്ങളെ കൂടെ 4 പേരായിരുന്നു പ്ലാൻ ചെയ്തത്. ട്രിപ്പ് ഇറങ്ങാൻ നേരത്ത് സൗരഭിൻ്റെ വണ്ടിക്ക് ടയറില്ല, ബ്രേക്കില്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. ഞാൻ ഡിയാവൽ, അതേപോലെ റഫീഖ് V4 ആണ് എടുത്തത്. അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങോട്ട് പോകുന്നത് കോയമ്പത്തൂർ എത്തുന്നത് വരെയുള്ള, അതായത് പാലക്കാട് വരെ എത്തി. പാലക്കാട് നിന്നാണ് പിന്നെ രണ്ടാമത് നമുക്ക് ആ റോഡ്, പാലക്കാട് വാളയാർ റോഡ്. ആ റോഡിൽ ഞാൻ അതുവരെ അതിൻ്റെ സ്പോർട്ട് മോഡൊന്നും യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. ഫസ്റ്റ് ടൈമാണ് സ്പോർട്ട് മോഡുകളൊക്കെ യൂസ് ചെയ്യുന്നത്. കോയമ്പത്തൂർ എത്തിയപ്പോഴാണ് എൻ്റെ അടുത്ത് റഫീഖ് പാനികാലെ തന്നു. ഞാൻ പാനികാല ജസ്റ്റ് നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ജസ്റ്റ് ഇങ്ങനെ കൂടെ റൈഡിനൊക്കെ പോകുമ്പോൾ ഓടിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഒരു ഓപ്പൺ റോഡിൽ കോയമ്പത്തൂർ മുതൽ സേലം വരെ ഞാൻ ആ വണ്ടി ഓടിച്ചു. ഞാനിപ്പോൾ എങ്ങനെയാണ് പറയാമെന്ന് പറഞ്ഞാൽ, നമ്മൾ അയൺമാനൊക്കെ കണ്ടിട്ടില്ലേ, ഈ അയൺമാന് ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് കാണുന്ന വ്യൂ എന്താണ്, അതെനിക്ക് ശരിക്കും അങ്ങ് ഫീലായി. അതായത് ഞാൻ പറക്കുന്ന തന്നെ. അന്ന് ഞാൻ ഏകദേശം 230, 240 സ്പീഡിലൊക്കെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ
നീ എൻ്റെ ഡിയാവലിലും ആ സ്പീഡിലേക്ക് എത്തിക്കുന്നതും ആ ദിവസം തന്നെ. ഏകദേശം 230 240 സ്പീഡിൽ എൻ്റെ ഡിയാവലും ഞാൻ ഓടിച്ചു ആ റൈഡിൽ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്താ പറയുക, നമുക്കൊരു ഇഷ്ടപ്പെട്ട ഒരു റൈഡ് അല്ലെങ്കിൽ ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഇന്നും പറയാൻ അതന്നെ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ വണ്ടിയാണ് ഇന്ന് ഞാൻ ഈ വണ്ടി വാങ്ങാനുള്ള ഏറ്റവും വലിയ എൻ്റെ ആഗ്രഹം വന്ന് അതിൽ നിന്നാണ് ഉണ്ടായത്. കാരണം ഡിയാവലിൽ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ വലിയൊരു വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുന്ന പോലെയാണ്. അതൊരു പറക്കലിൻ്റെ ഫീൽ ഇല്ലല്ലോ, നമ്മളെ ഇങ്ങനെ അത് ക്രൂസ് ചെയ്ത് പോകുന്ന ഒരു ഇതാണ്. പക്ഷെ അതിലെ പവർ നല്ല പവറാണെങ്കിലും പക്ഷെ ആ ഒരു എൻ്റെ വ്യൂവിൽ എനിക്ക് അതിലേക്കാട് കൂടുതൽ എനിക്കിഷ്ടമായത് പാനിഗാലയുടെ മുകളിൽ V4 ഇരിക്കുമ്പോൾ അതിൻ്റെ നമ്മളുടെ പൊസിഷൻ മാറി നേരെ ഫ്രണ്ടാണ് കാണുന്നത്. അതേപോലെ വൈഡ് വ്യൂ ജസ്റ്റ് എടുത്ത് കാണുന്ന, അതേപോലെ വണ്ടി കട്ട് ചെയ്ത് പോകുമ്പോൾ സ്പീഡ് ഫസ്റ്റായിട്ട് കയ്യിൽ കിട്ടുന്നതല്ലേ, അതേപോലെ വണ്ടിയുടെ പവറും. സേലത്തെത്തിയപ്പം വണ്ടി എന്നോട് കാണിച്ചത് അതിലും വലിയ ക്രൂരതയായിപ്പോയി. സേലം ടൗണിൽ നിന്ന് വണ്ടി പതുക്കെ പോകണമല്ലോ, അതുവരെ ഹൈവേയിൽ പൊളിച്ച് വന്നിട്ട് പെട്ടെന്ന് സ്ലോ ആയി ലോ ഗിയറിൽ പോകുമ്പോൾ വണ്ടി അങ്ങ് ഹീറ്റായി. സീറ്റെല്ലാം അങ്ങോട്ട് ചൂടായിട്ട് ഇരിക്കാനും വയ്യ, എന്നാൽ അതിൻ്റെ മുകളിൽ നിൽക്കാനും വയ്യ. കാരണം അതിൻ്റെ പൊസിഷൻ അങ്ങനെയാണ്. പിന്നെ അത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വണ്ടീൻ്റെ മുകളിൽ ടൗണിൽ കൂടെ സ്ലോ ആയിട്ട് ഓടിക്കുന്നത്. അതും ഒക്കെ കൂടിയായിട്ട് പിന്നെ അവിടുന്ന് എത്രയും ദൂരം ഫസ്റ്റ് റൈഡുമാണ്, അതായത് ഇത്രയും ലോങ് ആയിട്ട് റൈഡ് ചെയ്യുന്നതും ആദ്യമായിട്ടാണ്. അതിൻ്റെയൊക്കെ ടയർഡ്നെസ്സും കൂടെ ഉണ്ട്. എന്നിട്ട് സേലത്ത് അങ്ങോട്ട് എത്തിയിട്ട് എന്തപ്പം അതിനെ കൊണ്ട് പറയാ, ആ വണ്ടി അന്ന് ദേഷ്യം കൊണ്ട് ഒഴിവാക്കേണ്ട ഒരു അതായത് അത്രയും നേരം ഞാൻ പറഞ്ഞ ആ കാര്യം ഒരു സമയം കൊണ്ട് എനിക്കത് മാറി. ഇത്ര ഹീറ്റുള്ളൊരു വണ്ടി ഞാൻ എന്താണ് പറയുക, നമുക്ക് ഇരിക്കാൻ പോലും വയ്യ. എങ്ങനെയായാലും ഞാൻ ആ ടൗണ് തീർത്തു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ടൗണിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കുകയും ചെയ്തു. ഫുൾ ട്രാഫിക്. അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ ടൗണ് കഴിഞ്ഞ ഉടനെ പിന്നെ നല്ല റോഡാണ്. റഫീഖ് എനിക്ക് പണി തന്നതാന്നുള്ളത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ആ ടൗണിൽ നിന്ന് എന്നെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ചതാണ്. കാരണം അതുവരെ ഞാൻ ചോദിച്ചപ്പോൾ ഒക്കെ ചെയ്തോ എന്ന് പറഞ്ഞതാണ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇതിനിങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. അങ്ങനെ അതൊരു രസമായിരുന്നു കേട്ടോ എന്തൊക്കെയാണെങ്കിലും. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ആ ടൗണ് കഴിഞ്ഞ് കുറേ വണ്ടിയിൽ കുറേ വെള്ളമൊഴിച്ച് കുടിക്കാൻ വേണ്ട മാക്സിമം ഞങ്ങൾ വെള്ളവും കുടിച്ച്, കാരണം ഇനിയും ചൂടത്തേക്ക് തന്നെ കയറണ്ടെന്നുള്ളതാണ്. നല്ല ഒരു അവിടെ നിന്ന് അങ്ങോട്ട് എത്തിയപ്പോൾ പിന്നെ ക്ലൈമറ്റ് മാറി, പിന്നെ നല്ല ഹൈ റേഞ്ചിലേക്ക് കയറുന്നതാണ്. അപ്പോഴും വണ്ടിൻ്റെ ഹീറ്റ് ഭയങ്കരമാണ്. അതായത് ഹൈ റേഞ്ചിലേക്ക് കയറുമ്പോൾ ഇതേപോലുള്ള പ്രശ്നമാണല്ലോ, വണ്ടി ഒരു 70 കിലോമീറ്റർ സ്പീഡിൻ്റെ താഴത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ചൂടാവുന്ന. എങ്ങനെയാണെങ്കിലും ഞങ്ങൾ ആ വണ്ടിയും മുകളിലേക്ക് കയറ്റി. പകുതി ആയപ്പോഴാണ് പെട്രോൾ ടാങ്ക് നോക്കുന്നത്. പെട്രോളിലാണെങ്കിൽ വളരെ കുറവും, എത്തിയില്ലെങ്കിൽ അന്ന് ഏകദേശം ലേറ്റായിട്ടുണ്ട്. അപ്പോൾ മുകളിലേക്ക് എത്തുമോ എന്നുള്ള ഒരു ധൈര്യത്തിൽ അങ്ങോട്ട് പോയി. കയറി ചെല്ലുന്നോട് തന്നെ പെട്രോൾ ടാങ്ക് പമ്പ് കണ്ട്. അവിടുന്ന് പമ്പിൻ്റെ മുന്നിൽ നിന്ന്, കാരണം ഇത്രയും ഹീറ്റായിട്ട് നിൽക്കുന്ന ഒരു ടാങ്ക് പെട്ടെന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്രോൾ ആകെ തിളച്ചിട്ടുണ്ട്. അത് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെയർ അങ്ങ് പുറത്തേക്ക് വന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം പേടിച്ചു. അങ്ങനെ അത് പിന്നെ കുറച്ച് നേരം ഞങ്ങളവിടെ നിർത്തിയൊക്കെ ഇട്ടു. ഒന്ന് കൂളായതിനു ശേഷമാണ് ഞങ്ങൾ അടുത്ത റൂമൊക്കെ നോക്കാൻ പോയത്. അപ്പോൾ പോയി അത് കഴിഞ്ഞ് തിരിച്ച് വരുന്ന ഞങ്ങൾക്ക് പിറ്റേ ദിവസം ഞങ്ങളൊരു ചെറിയൊരു റൈഡ് അവിടെയൊക്കെ ഒരു ഷൂട്ടൊക്കെ നടത്താമെന്ന് കരുതിയിട്ട് പിന്നെ ഞങ്ങളെ ഒരു ഗോപ്രോ ഫിറ്റ് ചെയ്തു. പിന്നെ ഒരു ചെറുതായിട്ടുള്ള ഒരു റൈഡൊക്കെ നടത്തി. അതിൻ്റെ ഇടയിൽ വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടി. വണ്ടിയുടെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. അങ്ങനെ വണ്ടി RSA എടുത്തിരുന്നു. അങ്ങനെ ഞങ്ങൾ RSAയിൽ വണ്ടി കയറ്റി വിട്ടു. ചെറിയ എന്തോ ഒരു കംപ്ലൈൻറ്റ് തന്നെ ആയിരുന്നു അന്ന്. ചെറിയതായിട്ടുള്ളൊരു എന്തോ സ്റ്റാർട്ടാകുന്ന തണുത്തത് കാരണമോ എന്തൊക്കെയോ ആണ്. അതേപോലെ സ്പാർക്കിംഗ് പ്ലഗിൻ്റെ എന്തോ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ട് എന്തായാലും വണ്ടി സ്റ്റാർട്ടായില്ല. ആ വണ്ടി ഷോറൂമൊക്കെ വിളിച്ചപ്പോൾ അവർ കയറ്റിയിടാൻ പറഞ്ഞു. അങ്ങനെ വണ്ടി സ്റ്റാർട്ടാവാത്ത കാരണം അതൊരു ചുരത്തിലുമാണ് ഞങ്ങൾ നിൽക്കുന്നത്. അങ്ങനെ ചുരത്തുനിന്ന് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് തള്ളാൻ എന്തായാലും കഴിയില്ല ആ വണ്ടിയിൽ.
അതെടുത്തിട്ട് ഏതെങ്കിലും ഒരു ലോറിയിലേക്ക് കയറ്റാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് പൊന്തത്തുമില്ല. കാരണം ഞങ്ങൾ 2-3 പേരേ ഉള്ളൂ. സൗരഭ് രാത്രി വന്നിട്ടുണ്ടായിരുന്നു ലേറ്റായിട്ട്. അങ്ങനെ അതും നടന്നില്ല. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, താഴെ അങ്ങ് താഴേക്ക് ഉരുട്ടി താഴത്തുള്ള ചെക്ക് പോസ്റ്റിൽ വെച്ചു. പിറ്റേന്ന് ഞങ്ങൾ തിരിച്ച് അവിടുന്ന് റൂമിൽ പോയി. പിന്നെ പിറ്റേന്ന് ഞങ്ങൾ പോകുന്ന വഴിക്ക് നിന്ന് ഞങ്ങൾ RSA വിളിച്ചു, വണ്ടി കയറ്റി വിട്ടു. പിന്നെ അവിടുന്ന് ഇങ്ങോട്ടുള്ള ട്രാവലാണ്. അങ്ങനെ സൗരഭ് വന്നതൊക്കെ ഒരുപാട് ലേറ്റായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നല്ല ഫാസ്റ്റായിട്ട് പോന്നു. അങ്ങനെ സൗരഭ് വന്നു. പിറ്റേന്ന് ഓൻ ശരിക്കും വന്നത് ഞങ്ങളെ കൊണ്ടുപോകാനോ. അവനവിടെ വലിയ റോളൊന്നും കിട്ടിയില്ല. അങ്ങനെ റഫീഖ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു, ഞാൻ സൗരഭിൻ്റെ ബാക്കിൽ ഇരുന്നു. അങ്ങനെ റൈഡ് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു വണ്ടിയില്ല, 2 വണ്ടിയിൽ നമ്മൾ പണ്ടൊക്കെ മറ്റേ ബൈക്കിന് പോകണ മാതിരി തിരിച്ചു പോരേണ്ടിയിരുന്നത്. സൗരഭിൻ്റെ വണ്ടിക്കാണെങ്കിൽ വലിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ബെയറിങ് പോയിക്കിട്ട്. ആ വണ്ടി വെച്ചിട്ടാണ് 2 ആളെയും വെച്ചിട്ട് 280 കിലോമീറ്റർ സേലത്തുനിന്ന് നമുക്ക് കോയമ്പത്തൂർ വരെ എത്തണം. കോയമ്പത്തൂരിൽ നിന്ന് ആ വണ്ടിയുടെ കംപ്ലൈൻറ്റ് മാറ്റാമെന്ന് പറഞ്ഞതാണ്. അങ്ങനെ കോയമ്പത്തൂർ എത്തുമ്പോൾ മാറ്റാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. അത്രയും ദൂരം അവനെ കൊണ്ടാണെങ്കിൽ അവനൊരു പ്രാന്തനാണ്. ഒരു വണ്ടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നല്ല കോലത്തിലൊന്നും അവൻ ഓടിക്കൂല. അവന് കുറേ സൗണ്ട്, ഒരുപാട് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കണം, അങ്ങനത്തെ ഒക്കെ ഒരു കൺസെപ്റ്റാണ്. വണ്ടി ഒരു നല്ല കോലത്തിൽ ഒരു സ്മൂത്തായിട്ട് കൊണ്ടുനടക്കണം എന്നുള്ളൊരു കൺസെപ്റ്റേ അവൻ്റെ അടുത്ത് ഇല്ലാത്ത ഒരാളാണ്. ഇവൻ്റെ വണ്ടീൻ്റെ ബാക്കിലാണ് ഞാൻ ഈ കയറുന്നത്. എങ്ങനെയാണെങ്കിലും അവനെ കൊണ്ട് ഒരു 70 സ്പീഡിൻ്റെ മുകളിലേക്ക് അവിടുന്ന് ഇതുവരെ, അതായത് ഇത്രയും ദൂരം ഞാൻ കയറാനേ സമ്മതിച്ചിട്ടില്ല. നെക്കി പിടിച്ചിട്ടും അങ്ങനെയൊക്കെ ആക്കിയിട്ട് ഞങ്ങൾ കോയമ്പത്തൂരെത്തി. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ വണ്ടി റൊട്ടേറ്റ് ചെയ്യും, ആളുകൾ മാറി മാറി വരും. പക്ഷെ ആ ഒരു ട്രിപ്പ് ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെയാണ് പോയി ഇത്രയൊക്കെ ബുദ്ധിമുട്ടിയിട്ടുണ്ടെങ്കിലും ആ ട്രിപ്പാണ് ഇന്ന് റൈഡിന് പോയതിൽ ഏറ്റവും അടിപൊളി ട്രിപ്പ്. അത് കഴിഞ്ഞ് റഫീഖ് പിന്നെ ഗൾഫിലേക്ക് പോയി. ഒരു 6 മാസം 1 കൊല്ലത്തിൻ്റെ അടുത്തെങ്ങാണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ റഫീഖ് ഗൾഫ് പോയി. പിന്നെ ഞാൻ കുറേ കാലം, 1 വർഷമായിട്ട് ഞാൻ തന്നെ നാട്ടിൽ തന്നെ ഡിയാവലും കൊണ്ടുപോയി നടന്നു. റഫീഖ് തിരിച്ചു വരുന്നതിന് മുമ്പ് റഫീഖിൻ്റെ ഒരു വിളിയുണ്ട്, CSS കാലിഫോർണിയ സൂപ്പർ ബൈക്ക് സ്കൂളിൻ്റെ. അപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്, നമ്മൾ പോയാലോ. അത് 2020 ഫെബ്രുവരി 7-നാണ്. 7, 8, 9 ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഡിയാവലിന് വേണ്ടിയിട്ട് ഞാൻ രജിസ്റ്റർ ചെയ്തു, പിന്നെ ഇതിന് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാനിപ്പോൾ ഈ ഡിയാവലും കൊണ്ട് ഈ സൂപ്പർ ബൈക്ക് സ്കൂളിൻ്റെ ഇവരെ ഇതിലേക്കും പോയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഇപ്പോൾ എൻ്റെ കഥ എന്നുള്ളത് ഞാനത് എന്നെ പറ്റിയൊക്കെ ഒന്ന് പഠിക്കാൻ നോക്കി. അപ്പോഴൊന്നും ഞാൻ ഈ സൂപ്പർ ബൈക്ക് എൻ്റെ കയ്യിൽ അപ്പോഴും ഞാൻ ആലോചിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ളൊരു വണ്ടീനെ കുറിച്ച് ഞാൻ എടുക്കണം എന്നുള്ളതൊന്നും അപ്പോഴൊന്നുമില്ല. അങ്ങനെ എനിക്കൊരു എന്താ ഒരു വിളിയാളം എന്നൊക്കെ പറയൂലേ നമ്മളെ, അതുപോലെ ഒരു സംഭവം. എനിക്ക് വണ്ടി എടുക്കണം, ഏത് സൂപ്പർ ബൈക്ക് എടുക്കണം. ഞാൻ ഫുള്ള് രജിസ്റ്റർ ചെയ്ത് ഫുൾ സെറ്റ് ചെയ്തത് ഡിയാവലിലാണ്. അപ്പോൾ പിന്നെ എടുക്കാനൊരു വണ്ടി കുറേ ആലോചിച്ച് ഞാൻ സൗരഭിനെ വിളിച്ചു. സൗരഭിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോലെ നാട്ടിലില്ലാത്തതും അല്ലെങ്കിൽ എന്നെക്കൊണ്ട് എടുക്കാൻ ഒരു താല്പര്യം പറ്റാത്ത സാധനങ്ങളൊക്കെ എന്തായാലും പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഞാൻ കുറേ നോക്കി. അപ്പോൾ പിന്നെയാണ് ഞാൻ ആലോചിക്കുന്നത് S1000RR എനിക്ക് പണ്ടും ഇഷ്ടമായിരുന്നു. കാരണം പറഞ്ഞല്ലോ ഗെയിമിങ്ങിൽ ഒക്കെ ഉപയോഗിക്കുമ്പോൾ BMW വെഹിക്കിൾ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ S1000RR നല്ലൊരു ഇതാണ്. പക്ഷേ ഞാൻ റഫീഖിൻ്റെ അടുത്ത് പറഞ്ഞില്ല ഞാൻ ഇങ്ങനെ വണ്ടിയാണ് എടുക്കുന്നത്. വണ്ടി എടുക്കുന്നതിൻ്റെ തലേ ദിവസം പോലും റഫീഖ് വരുന്നത് വരെ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഒരു വണ്ടി എടുക്കുന്നത് പ്ലാൻ ഉണ്ട്, ഒന്നും പറഞ്ഞില്ല. അങ്ങനെ നോക്കുമ്പോഴാണ് ആ സമയത്താണ് ഈ S1000RR 2020 ഇറങ്ങുന്നത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കണ്ട, പുതിയതാണ്, ഇനി അടുത്തൊന്നും പെട്ടെന്നൊരു ചേഞ്ചിലേക്ക് പോവില്ല എന്ന് പ്രതീക്ഷയോടെയാണ് ഞാൻ S1000RR ഉറപ്പിച്ചു. പക്ഷെ ഇതിൻ്റെയൊക്കെ ബാക്കിൽ വേറൊരു സംഭവമുണ്ട്, ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല. വണ്ടി വീട്ടിൽ പറയാതെയാണ് ഞാൻ ഈ
Development in India. From the share